നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കേബിൾ ടി വി ദിനം ആചരിച്ചു. NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിച്ചത്. സിഒയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണവും അനുസ്മരണവും. MDMAയുമായി യുവാവ് പിടിയിൽ. തട്ടാമല ഒലിക്കര വയലിൽ സ്വദേശി സീതാലിയാണ് പിടിയിലായത്. 1.61 ഗ്രാം MDMA പിടിച്ചെടുത്തു. ക്ഷേത്രത്തിലെ പശുക്കളെ തെരുവു നായകൾ ആക്രമിച്ചു. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടി വി ദിനം ആചരിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേബിൾ ടി വി ദിനാചരണവും NH അൻവർ അനുസ്മരണവും സംഘടിപ്പിച്ചത്. സിഒഎ ഭവനിൽ പതാക ഉയർത്തി. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്. പതാക ദിനം സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്. മെയ് 7 സിന്ദാബാദ്, മെയ് 7 സിന്ദാബാദ്. ഉയർ പതാകെ പാർ പതാകെ, ഉയർ പതാകെ പാർ പതാകെ. വാനിൽ ഉയർന്നു പറക്കു പതാകെ, വാനിൽ ഉയർന്നു പറക്കു പതാകെ. പകരൂ ഞങ്ങൾക്ക് ആവേശം, പകരൂ ഞങ്ങൾക്ക് ആവേശം. COA 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 സിന്ദാബാദ്, COA 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 സിന്ദാബാദ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേബിൾ ടി വി മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കായി സമഗ്രമായ സംഭാവനകളും നൽകിയ NH അൻവർ അനുസ്മരണമാണ് കേബിൾ ടി വി ദിനമായി സിഒഎ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി സിഒഎ ഭവനിൽ പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ സുനിൽ സിയാണ് പതാക ഉയർത്തിയത്. കോഴിക്കോടിൽ പേണോറുള്ള ഒരു കമ്പനിയായി ഇന്ന് കേരളത്തിൽ എത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ NH അൻവർ എന്ന മഹാനായ വ്യക്തിയുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളുമാണ് ഇന്ന് കേരളത്തിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. കേരളത്തിലുള്ള എല്ലാ കേരള വിഷൻ്റെ ഓഫീസുകളും സിഒയുടെ സംഘടനാ ഓഫീസുകളും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കൊടി ഉയർത്തുകയും ഫോട്ടോ വെച്ച് പൂവിടുകയും ചെയ്യുന്ന പരിപാടി തുടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ സിഒയുടെ ഓഫീസിൻ്റെ മുന്നിൽ അതായത് ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അതായത് ജോയിന്റ് സെക്രട്ടറിമാരായ അമീർ ഖാൻ, താജു ഗോപാൽ, കുണ്ടറ മേഖലാ സെക്രട്ടറി ഷിബു പ്രതാപൻ, കുണ്ടറ മേഖലാ ട്രഷറർ സാബു NI, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ, കുണ്ടറ മേഖലാ കമ്മിറ്റി അംഗം ശ്യാം S കൃഷ്ണ, സൗത്ത് വിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ NH അൻവറിന്റെ ഓർമ്മ ദിനമായ മെയ് 7 കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പതാക ദിനമായി ആചരിക്കുകയാണ്. കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ദിശാബോധം നൽകുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും മറന്ന് ഭിന്നിച്ചു കിടന്ന ഓപ്പറേറ്റർമാരെ ഒന്നിപ്പിക്കുന്നതിനും അതിലൂടെ കേരളത്തിലൊരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് തന്നെ നന്ദി കുറിച്ച ശ്രീ NH അൻവർ അദ്ദേഹത്തെ ഏത് രീതിയിൽ പ്രതിപാദിച്ച് അറിയിക്കണമെന്നറിയില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേബിൾ ടി വി ദിനം ആചരിച്ചു. കേബിൾ ടി വി മേഖലയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. NH അൻവർ അനുസ്മരണവും നടത്തി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേബിൾ ടി വിയുടെ മേഖലയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്ന NH അൻവറിന്റെ അനുസ്മരണമാണ് കേബിൾ ദിനമായി ആചരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേബിൾ ദിനാചരണവും NH അൻവർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഓച്ചിറ OCBയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സിഒഎ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റോഫേൽഡ് പതാക ഉയർത്തി. കേബിൾ ടി വി പ്രസ്ഥാനം ഉള്ള എല്ലാ കൺട്രോൾ റൂമുകളിലും പതാക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതുകൊണ്ട് നമ്മുടെ ഓച്ചിറ മേഖലയിലും എല്ലാ വർഷവും നമ്മൾ ഈ ദിവസം പതാക ദിനമായി ആചരിക്കുകയും പതാക ഉയർത്തുകയും ചെയ്യുകയാണ്.
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ OCV അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COA എന്ന പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ, ശ്രീ NH അൻവർ നൽകിയ സംഭാവനകളുടെ അനുസ്മരണാർത്ഥമാണ് ഇന്ന് കേബിൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, സംഘടന വളരെ ശോച്യാവസ്ഥയിലായപ്പോൾ ആ സംഘടനയെ ഉയർത്തുന്നതിലും ഛന്നഭിന്നമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് COA എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. കൂടാതെ കേരളത്തിൽ ഇന്ന് ബ്രോഡ്ബാൻഡ് സംവിധാന രംഗത്ത് നമ്പർ 1 നിൽക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന സംവിധാനം വരുന്നതിന്റെ ഭാഗമായി KCCL എന്ന ഇൻഡസ്ട്രി കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മൂലധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, സാധാരണക്കാരായ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മൂലധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത KCCL എന്ന കമ്പനിക്ക് തുടക്കത്തിലെ വളരുന്നതിന് വേണ്ടി അഭ്യുതമായ പങ്കുവഹിച്ചിട്ടുണ്ട് ശ്രീ NH അൻവർ. COA മേഖലാ എക്സിക്യൂട്ടീവ് അംഗം അനു, OCV MD ഫൈസൽ, COA മേഖലാ ട്രഷറർ അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഉദയൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. NH അൻവർ അനുസ്മരണം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ NH അൻവറിന്റെ അനുസ്മരണമാണ് കേബിൾ TV ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NH അൻവർ അനുസ്മരണം നടത്തി. മേഖലാ പ്രസിഡന്റ് അനൂപ് പതാക ഉയർത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുൻനിര പ്രവർത്തകനായിരുന്ന ശ്രീ NH അൻവർ അവരുടെ ഓർമ്മ ദിനമായ മെയ് 7 കേബിൾ TV ദിനമായി ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. COA ജില്ലാ കമ്മിറ്റി അംഗം അജീത് ഋഷ്യ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്കാലത്തെയും സമുന്നതമായ നേതാവിൽ ഒരാളായിരുന്നു NH അൻവർ. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ കേബിൾ TVയെ സംബന്ധിച്ചിടത്തോളം സംഘടിത അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേബിൾ ഓപ്പറേറ്റർമാരെ സംഘടിപ്പിക്കുകയും COA എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അതിലുപരി ബിസിനസ് പ്രസ്ഥാനമായ ഈ പ്രസ്ഥാനത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേരള വിഷൻ എന്നൊരു മഹത് പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ഇന്ത്യയിലുടനീളമുള്ള കുത്തകകൾക്ക് ഈ കേരളത്തിലുള്ള കേബിൾ ഓപ്പറേറ്റർമാരെ വലിച്ചെറിഞ്ഞു കൊടുക്കാതെ വളരെ ദിശാബോധത്തോടു കൂടി അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കുകയും ഇന്ന് ഏത് കുത്തകളെയും കോമ്പറ്റീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്താൻ അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായ മെയ് 7 ഇന്ന് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കേബിൾ ഡേ ആചരിക്കുകയാണ്. സജീവ് അമ്പാടി, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണപ്പള്ളിയിലെ COA മേഖലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തഴവ. ക്ഷേത്രത്തിലെ പശുക്കളെ തെരുവ് നായ്കൾ ആക്രമിച്ചു. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് തൊഴുത്തിൽ കയറി നായക്കൂട്ടം ആക്രമിച്ചത്. ഇതിൽ ഒരു പശുക്കിടാവിന്റെ നില ഗുരുതരമാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് ഉണർന്നപ്പോൾ പശുവിൻ്റെ കരച്ചിൽ കേട്ടു. കിടാവും കിടന്ന് കരയുന്ന കേട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഞാൻ കരുതി കയറുമെല്ലാം കുരുങ്ങി കഴിക്കുന്നു. വന്ന് നോക്കിയപ്പോൾ പട്ടിയെല്ലാം അവിടെ പൊതിഞ്ഞ് നിൽക്കുക. ഒരു 10-20 കൂടുതൽ കാണും. അതുകൊണ്ട് CCTV എടുക്കാമെങ്കിൽ അതിനകത്ത് അറിയുകയും ചെയ്യാം. അതെല്ലാം കൂടെ കടിച്ച് പറിച്ച് അതിനെ ഒരു പരുവാക്കി. ഭയങ്കര പട്ടിശല്യം ഇവിടെ. എൻ്റെ കോഴിയെ 10-25 കടിച്ചുകൊണ്ട് പോയായിരുന്നു. അന്ന് നമ്മൾ പിന്നെ ആരോടും പറഞ്ഞില്ല, ഓട്ടെന്ന് വിചാരിച്ചു. ഇവിടെ പട്ടിശല്യം കൊണ്ട് ഒരു കരത്തി പറ്റത്തില്ല, ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പശുക്കളെയൊക്കെ വളർത്തും നമ്മൾ. ദേഹമാസകലം നായ്ക്കൾ കടിച്ചു മുറിച്ചു. ഒരു ചെവി കടിച്ചെടുക്കുകയും ചെയ്തു. അല്ല, കൂട്ടത്തിലാണ് വരുന്നത്. നമുക്ക് മുറ്റത്തൊന്നും ഇറങ്ങാനില്ല, മൂത്രമൊഴിക്കാൻ ഇറങ്ങാനും പുറത്തോട്ടൊന്നും ഇറങ്ങണമെങ്കിലും നമുക്ക് ഒക്കുന്നില്ല. കാരണം എന്നെ മെനയാന്ന് പറ്റി ഓടിച്ച് പെരയ്ക്കകത്തൊരു കൊണ്ട് കയറ്റി. കാരണം ഒരെണ്ണമല്ല, വരുമ്പോൾ ഒരു 8-9 എണ്ണം ഒന്നിച്ചാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഇന്നലെ ഉണ്ട് ഡ്രൈവിനെ അതിന് തള്ളയെ കയറ്റി തള്ളയെ കടിച്ച് കുഞ്ഞിനെ കടിച്ച് ചെവി മൊത്തം കടിച്ച് വിളിച്ചോറ് കേട്ടാൽ നമ്മൾ ചാടി ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമ്മുടെ നേരെ ചാടി വന്നു. പിന്നെ ഒരു കമ്പ് അങ്ങനെ എടുക്കാൻ പോലും നോക്കുന്നില്ല. അതേപോലെ അവസ്ഥയിലാണ് പറ്റി കൂട്ടത്തോട് വരുന്നത്. നേരത്തെ സമീപ വീട്ടിലെ 25-ലധികം വളർത്തുകോഴികളെ നായക്കൂട്ടം ആക്രമിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. MDMAയുമായി യുവാവ് പിടിയിൽ. തട്ടാമല ഒലിക്കര വയലിൽ അനീസ മൻസിലിൽ സീതാലിയാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും
1.61 ഗ്രാം MDMA പിടിച്ചെടുത്തു. താന്നി മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ കേസിൽ 32കാരന് 90 വർഷം കഠിന തടവും പിഴയും. അഞ്ചാലുമൂട് വൻമല ഗുരുമന്ദിരത്തിന് സമീപം കുന്നുപുറത്ത് പടിഞ്ഞാറ്റതിൽ ഷഫീഖിനെയാണ് കൊല്ലം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലെ മകളെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. തടവിനൊപ്പം 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ജനപക്ഷ നേതാവ് എന്ന പേരിലാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കൊല്ലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ജനപക്ഷ നേതാവ്, പ്രവർത്തകരുടെ മനസ്സറിയുന്ന നേതാവ്, കേരളം നയിക്കട്ടെ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയത്. ചിന്നക്കടയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിട്ടുള്ളത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രമേശിനെ അനുകൂലിച്ച് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലയിൽ നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി. കവി സുമേഷ് കൃഷ്ണൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി. വാരാഘോഷത്തിന് തുടക്കം കുറിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജെയിൻ സ്മാരക ഹാളിൽ നടത്തിയ സമ്മേളനം കവി സുമേഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ജൈവികമായ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നഴ്സിംഗ് മേഖലയിലുള്ളവർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഗുണമാണ് വീണ്ടും വീണ്ടും ഓർക്കുന്നുള്ളതാണ്. ഒരിക്കൽ പ്രേംനസീറിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞ ഡയലോഗുണ്ട്. ഒരു കലാകാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, മരിച്ചതിന് ശേഷം എത്ര കാലം ജീവിച്ചു എന്നുള്ളതാണ്. ആളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് തൊഴിലും അങ്ങനെയുണ്ട്. പക്ഷെ താല്പര്യമില്ലാത്തയാൾ ഒരിക്കലും ചെയ്തുകൂടാത്ത 2 തൊഴിലേ ഉള്ളൂ. നിങ്ങളുടെ തൊഴിൽ, എന്റെ തൊഴിൽ. അധ്യാപനവും നഴ്സിംഗും അങ്ങനെ ചെയ്യരുത്. താല്പര്യമില്ലാതെ ഒരു നഴ്സിംഗ് പഠിച്ചാൽ വല്ലതും വെച്ച് കുത്തിക്കൊടുക്കും. ഞാൻ എന്റെ പാഷനാണ്. നേരത്തെ അധ്യക്ഷ മേഡം പറഞ്ഞല്ലോ, പണത്തിനേക്കാൾ അപ്പുറം ഇതെന്റെ ഒരു വൈകാരികമായ ഒരു ഊർജമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ തൊഴിലിന്റെ മഹത്വം. അധ്യാപനത്തിലൊന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലി പോലൊരു ജോലിയാണ് അധ്യാപനം എന്ന് വിചാരിച്ച് വരുന്നവൻ തികഞ്ഞ പരാജയമായി. മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ 2 കൂട്ടരും ജീവനുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. സാംസ്കാരികവും ശൈക്ഷണികവുമായ സാമൂഹികവുമായ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഞങ്ങളും ജൈവികമായ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളും ഒരുപോലെയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ AL അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്യൂട്ടർ സൗമ്യ PS നഴ്സസ് ദിന സന്ദേശം നൽകി. സംഘാടക സമിതി ജനറൽ കൺവീനർ സുമായൻ, നഴ്സിംഗ് കൗൺസിൽ അംഗം സുശീല, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബീന, അനിതകുമാരി, പ്രിൻസ്, ക്രിസ്റ്റഫർ, റീന, പ്രബുൽദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കർഷകന് സൂര്യാഘാതമേറ്റു. പുനലൂർ കോട്ടവട്ടം സ്വദേശി ഷാജിക്കാണ് സൂര്യാഘാതമേറ്റത്. സ്വന്തം പുരയിടത്തിൽ കൃഷിപ്പണികൾ ചെയ്യുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. വെട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കപ്പയ്ക്ക് തടമെടുത്ത് ഉടുപ്പിടാതെ അങ്ങനെ സംഭവിച്ചതാണ്. വീടിൻ്റെ അവിടെ റബ്ബർ മുറിച്ചായതുകൊണ്ട് നല്ല വെയിലുണ്ട്. അങ്ങനെ ഇപ്പൊ 2 ദിവസമായി. ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു ചുവപ്പായിട്ടേ ഉള്ളായിരുന്നു. ഇപ്പം 2 ദിവസം കൊണ്ട് ഇപ്പം ഭയങ്കര ചുവപ്പും അടരുന്നില്ല. ഭയങ്കര വേദനയും ചൊറിച്ചിലും. കോട്ടവട്ടം തോട്ടത്തിൽ പടിഞ്ഞാറ്റതിൽ ഷാജിക്കാണ് പുരയിടത്തിൽ ചീനിക്ക് തടം വെട്ടുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൂര്യാഘാതമേറ്റത്. ശരീരത്ത് ശക്തമായ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെട്ടു. പിന്നീട് കുമിളകളും ഉണ്ടായി. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സൂര്യാഘാതമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഷാജിയുടെ നെഞ്ചിലും മുതുകത്തുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ഷാജി ടാപ്പിംഗിന് ശേഷം രാവിലെ 10 മണി കഴിഞ്ഞാണ് ചീനിക്ക് തടം വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടത്. എന്ന് പറഞ്ഞ് ഗുളിക മരുന്നൊക്കെ തന്നു. വെള്ളം കുടിക്കണം. ഇല്ല കുറച്ച് ദിവസത്തേക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജലജന്യ രോഗങ്ങളെ ചെറുക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളുമായി പുനലൂർ നഗരസഭ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തു.
എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടികൾ നടത്തുമെന്നും ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി പുനലൂർ നഗരസഭാ പ്രദേശത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചെയർപേഴ്സൺ MA രാജഗോപാൽ ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനങ്ങളെടുത്തു. എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടികൾ നടത്തും. എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. മലിനജല സ്രോതസ്സുകൾ കണ്ടെത്തി ഒഴിവാക്കും. പൊതുസ്ഥലങ്ങളിലെ കാടുകൾ നഗരസഭ നീക്കം ചെയ്യും. കനത്ത വേനലിന് ശേഷം മഴ എത്തി തുടങ്ങുകയാണ്. മഴയ്ക്കൊപ്പം ഇനി പകർച്ചവ്യാധികളെത്തും. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡ് തലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾ അടിയന്തരമായി യോഗം ചേർന്ന് വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. നമ്മുടെ പട്ടണത്തിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി മലിനമായി കിടക്കുന്ന അല്ലെങ്കിൽ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി പട്ടണത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനാണിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വാർഡ് തലത്തിൽ തന്നെ മലിനജല സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്, അവ ഇല്ലാതാക്കേണ്ടതുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകൾ എല്ലാം അതിൻ്റെ നീരൊഴുക്ക് സുഗമമാക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനം ഇപ്പോൾ നഗരസഭ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട തോടുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റുന്നതിനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിനും ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. സ്വകാര്യ സ്ഥലങ്ങളിൽ വലിയ തോതിൽ കാടുകളായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ ഇഴജന്തുക്കളും അതേപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളുടെയും പന്നികളുടെയും ഒക്കെ ഒരു ആവാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കൊരു ഭീഷണിയാണ്, ജനജീവിതത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സ്വകാര്യ ഭൂമികളിൽ വളർന്നു നിൽക്കുന്ന കാടുകളും കുറ്റിച്ചെടികളും അടിയന്തരമായി അതിൻ്റെ ഉടമസ്ഥർ തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട്. അത് ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നാണ് പൊതുവെ മുനിസിപ്പൽ കൗൺസിൽ ഉയർന്നു വന്ന അഭിപ്രായം. അതനുസരിച്ച് ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ സ്വകാര്യ ഭൂമിയിൽ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ ഉടൻ തന്നെ അവ വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ നഗരസഭ തന്നെ അത് വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അവരിൽ നിന്ന് അതിന് ചിലവായ തുക ഈടാക്കും എന്ന് മാത്രമല്ല, അതിനോടൊപ്പം നിയമാനുസരണം പിഴയും ചുമത്തേണ്ടി വരും. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നഗരസഭ അവ നീക്കം ചെയ്യുന്നതും അതിനുള്ള ചെലവ് പിഴസഹിതം ഉടമസ്ഥരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. നഗരത്തിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിക്കും. വരും ദിവസങ്ങളിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ യുവാവിന് 10 വർഷം കഠിന തടവ്. ഇരവിപുരം വാളത്തുങ്ങൽ സ്വദേശി ജയനാണ് 10 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇരവിപുരം വാളത്തുങ്കൽ ഇല്ലം നഗർ 161 മങ്കരത്ത് കിഴക്കതിൽ ജയന് കോടതി 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷിച്ചത്. 2021 സംഭവം. ജയന്റെ ഭാര്യയോടുള്ള സംശയമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഭാര്യ ജോലി നോക്കുന്ന കൂട്ടിക്കട അമ്മാച്ചൻ മുക്കിലെ ലോട്ടറി കടയിലെത്തി ആദ്യം മർദ്ദിച്ചു. പിന്നാലെ രാത്രിയോടുകൂടി റബ്ബറിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആസിഡ് കയ്യിൽ കരുതിയ ജയൻ വീട്ടിലെത്തി ഭാര്യയും സമീപത്തെ വീട്ടിലെ കുട്ടിയുടെയും ശരീരത്തിൽ ആസിഡ് ഒഴിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഒളിവിൽ പോയ ജയനെ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന വിനോദ് കെ, SI അനീഷ് AP, ദീപു ശിവൻ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി ഇയാൾ മുങ്ങി. വീണ്ടും വാറണ്ടായതോടെ കോട്ടയത്ത് നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതി ജാമ്യം നിഷേധിച്ചു. ജയിലിൽ തുടരുകയായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് കേസ് വിചാരണ നേരിട്ട് വിധിയായത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ദിനം ആചരിച്ചു. NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ TV ദിനമായി ആചരിച്ചത്.
സിഒയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണവും അനുസ്മരണവും. MDMAയുമായി യുവാവ് പിടിയിൽ. തട്ടാമല ഒലിക്കര വയലിൽ സ്വദേശി സീതാലിയാണ് പിടിയിലായത്. 1.61 ഗ്രാം MDMA പിടിച്ചെടുത്തു. ക്ഷേത്രത്തിലെ പശുക്കളെ തെരുവ് നായകൾ ആക്രമിച്ചു. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.